ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്നൊരു കണവ തോരൻ ഉണ്ടാക്കിയാലോ? ഭയങ്കര ടേസ്റ്റാണ്. ഒരു വട്ടം നിങ്ങൾ ഈ കണവത്തോരൻ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ മാത്രമേ ഉണ്ടാക്കത്തുള്ളൂ. അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. എൻ്റെ അമ്മയുടെ റെസിപ്പിയാണേ. ഞാനിവിടെ കണവ അല്ലെങ്കിൽ കൂന്തൽ ഇവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ചിലരിങ്ങനെ റിങ് പോലെ കട്ട് ചെയ്തെടുക്കും. ഞാനിവിടെ അല്ലാതെ റിങ്ങായിട്ടല്ല, അല്ലാതെയാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളി, കുഞ്ഞുള്ളി തന്നെ എടുക്കണം കേട്ടോ. കുഞ്ഞുള്ളി, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി. നമുക്ക് ഈ കുഞ്ഞുള്ളി എല്ലാം ചെറിയ സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാവേ. എത്രത്തോളം കനം കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം കനം കുറച്ചെടുക്കണേ. ഞാൻ ഇവിടെ സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു കടായി അടുപ്പത്തിട്ട് വെച്ചിട്ട് അതിലോട്ട് കുറച്ച് കോക്കനട്ട് ഓയിൽ, കുറച്ച് മുഴുവനോടെയുള്ള മുളക്, വറ്റൽ മുളക്, കുറച്ച് കടുക്, ഇതെല്ലാം കൂടി ഇട്ടൊന്ന് കടുക് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് 2 പച്ചമുളകാണ് ഞാൻ നടുകയെന്ന് കീറി ഇട്ട് കൊടുക്കുകയാണേ. അതും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. സ്ലൈസ് ചെയ്ത് വെച്ചില്ലേ ചെറിയ ഉള്ളി, അതും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വെളുത്തുള്ളി, ഒരു 2-3 വെളുത്തുള്ളി. നമുക്ക് ഇഞ്ചിയുടെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കണം കേട്ടോ. വെളുത്തുള്ളി കുറച്ച് മതി. അപ്പം 2-3 അല്ലി വെളുത്തുള്ളി എടുത്തൊന്ന് ചതച്ച് അതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാവേ. ഞാനിത് കണവയ്ക്കും കൂടെ കണക്കാക്കിയാണ് ഉപ്പിടുന്നത്. നിങ്ങൾ വേണമെങ്കിൽ ഇപ്പോൾ ഉള്ളിക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് ഇട്ടതിന് ശേഷം പിന്നെ കണവയ്ക്ക് ഇട്ടാൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഒരുമിച്ചാണ് ഉപ്പിടുന്നത്. അതിനുശേഷം കുറച്ച് തേങ്ങ എടുക്കുക, കുറച്ചധികം തേങ്ങ എടുക്കുക കേട്ടോ. തേങ്ങ മിക്സിയിൽ ജാറിലോട്ട് ഇട്ടിട്ട് കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് ഒന്ന് അടിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി. അതിനുശേഷം നമുക്ക് കൂന്തൽ അല്ലെങ്കിൽ കണവ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കണവ ഇതിലോട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയതിന് ശേഷം നമ്മൾ ഈ അതിന് ശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കണം കേട്ടോ. മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് ഒന്നിളക്കിയ ശേഷം നമുക്ക് ഈ മിക്സിയിൽ അടിച്ചു വെച്ചിരുന്നില്ലേ, ആ മിക്സ് ചേർത്ത് കൊടുക്കാം. കണ്ടോ, ഞാൻ ഒരുപാടൊന്നും അടിച്ചെടുത്തിട്ടില്ല തോരത്തിന്. ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ടേ ഉള്ളേ, ഒന്ന് ഒതുക്കിയെടുത്തതേ ഉള്ളൂ തേങ്ങ. അതങ്ങനെ വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് മൂടി കൊടുക്കുക. മൂടി വേവിച്ചതിന് ശേഷം കണവിൽ നിന്ന് വെള്ളം ഇറങ്ങും. നമുക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, അടിയിലൊന്നും പിടിക്കത്തില്ല കേട്ടോ. അതിനുശേഷം മൂടി തുറന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് മൂടി തുറന്നതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ അടച്ചു വെച്ച് വേവിക്കുക. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി അടച്ചു വെച്ച് വേവിച്ച് ഒരു 10 മിനിറ്റ് ആകുമ്പോഴത്തേക്കും കണവ വെന്ത് കിട്ടും കേട്ടോ. മീഡിയം ഫ്ലെയിമിലാണ് ഇടേണ്ടത്, ലോ ടു മീഡിയം ഫ്ലെയിമിൽ. ഇതെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട് കണവ. നല്ല തോരൻ ഇതിൽ ആയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് ഒന്ന് ഇളക്കാം. ഇനി നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇങ്ങനെ എൻ്റെ അമ്മയുടെ റെസിപ്പിയാണ്, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്